എവിടെയാണോ തന്റെ ആള്? സമയമായല്ലോ. ഇപ്പൊ വരും. എപ്പോ? എണീച്ച് കണ്ടു ഞമ്മി പുറത്തു വരുമ്പോൾ കല്യാണം കഴിക്കണം എന്നിട്ട് ഒരാൾ പുറത്തേക്ക് തിന്നാനാ കഴിക്കുക. ഒരു കാര്യം പറയും, എനിക്കുടനെ കല്യാണം വേണം. അപ്പ കല്യാണം, അതുവരെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. അതൊക്കെ ഞാൻ അടിച്ചോണ്ട് വന്നത് ഒരു മിനിറ്റ് പറഞ്ഞുതരാം. എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു. നിന്റെ കല്യാണത്തിനല്ല, ശരിക്കും ഞാൻ നിന്റെ കല്യാണത്തിന് ഇതുപോലെ നിന്ന് ചെയ്യണ്ട. ഇവിടെ എവിടെ ഓർഡർ ഇവിടെ അച്ഛൻ്റെ ഭാര്യ കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. 10 പൈസ ഇല്ലാതെ കല്യാണം കഴിച്ച ഒരു ഹതഭാഗ്യന്റെ കഥയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. കള്ളം പറയരുത്. മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. നീ എന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്തേ. എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തോട്ടെ. എന്റെ അമ്മയ്ക്ക് ഇന്നിപ്പോ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ആശ്രമിച്ചിട്ട് ആണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം പിരിഞ്ഞെങ്കിലും ഇനിയും പൈസ വേണം. 5 ലക്ഷത്തോളം രൂപ വേണം അച്ഛൻ്റെ അമ്മനെ ഇവിടെ ഇറക്കാനായിട്ട്. അപ്പൊ ആളുടെ കയ്യിൽ ഇനി 1 രൂപ പോലും എടുക്കാനില്ല. A few moments later. എടാ നീയല്ലേ എന്റെ തലേ കൈ വെച്ച് സത്യം ചെയ്ത് നിന്റെ 5 പൈസ ഇല്ലെന്ന്. 5 പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു. കമന്റ് ബോക്സിന്റെ അകത്ത് സന്തോഷമുള്ള കാര്യങ്ങളല്ല, ആ കമന്റ് ബോക്സിൽ പറയുന്ന കാര്യം ഇതാണ്: ഒരു 500 കൂടി അയച്ചു തരട്ടെ മൈ. ഇയാളല്ലേ അമ്മയ്ക്ക് സുഖമില്ല സഹായിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ് വീഡിയോ ഇട്ടത്? ഉടായ്പായിരുന്നു അല്ലേ? ക്യാഷ് ഇട്ട് കൊടുക്കാത്തവർ ഇവിടെ കമോൺ. നമുക്ക് ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറ്റിച്ച് ഇവിടെ തന്നെ അങ്ങ് കഴിയാം. അമ്മയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി താങ്കളുടെ ആ ഒരു വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ പൈസ കിട്ടത്തില്ലായിരുന്നു. അയ്യോ അത് വേണ്ട. അമ്മയുടെ ആവശ്യത്തിനല്ലേ? എനിക്ക് പിന്നെ ആ വാഹനം കൊടുത്തുകൂടായിരുന്നു? അതോ നിങ്ങളുടെ വാഹനമല്ലേ? അതോ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. നിങ്ങളെ ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ അത് പൊളിയും. പക്ഷെ അത് മോശമാണ്, ഞാനത് ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി.